ഒരു റോക്ക് ഓരോ മണിക്കൂറും 1 മിനിറ്റ് കൂടുതലോടും. എന്ന് വെച്ചാൽ 1 മിനിറ്റ് പാർട്ടാവും 1 മണിക്കൂർ. ഓക്കെ. 1 മണിയായപ്പോൾ ഈ റോക്കിലെ സമയം നേരെയാക്കി വെച്ചു. അപ്പോൾ ആരോ ഒരാൾ വന്നിട്ട് 1 മണിയായപ്പോൾ ഈ റോക്കിലെ സമയം നേരെയാക്കി. ഇനി നമുക്ക് വേണ്ടതെന്താ? ഇപ്പോൾ അങ്ങാടിയിലെ പ്രതിബിംബ സമയം 4:33. ഏകദേശ സമയം എത്ര? എന്നാ മോനെ, ആദ്യം നമുക്ക് ഒരു കാര്യം, അങ്ങാടിയിലെ പ്രതിബിംബ സമയം അതെത്ര? 4:33 അല്ലേ? ഇത് അങ്ങാടിയിലെ പ്രതിബിംബമാണ്. ആ റോഡിൻ്റെ അടുത്ത് ഇരിക്കുന്ന അങ്ങാടി കാണുന്ന പ്രതിബിംബം. ഇതിൻ്റെ യഥാർത്ഥ സമയം കാണാൻ നമുക്കറിയാം 12 മണിയിൽ കുറവാണെങ്കിൽ സമയം 4:33 12-നേക്കാൾ താഴെയാണ്. അപ്പം 11:60 നിന്ന് കുറയ്ക്കാൻ മതി. 12 മണി കൂടുതലാണെങ്കിൽ നമുക്കറിയാം 23:60 നിന്ന് കുറയ്ക്കാൻ മതി അല്ലേ? ഇപ്പം നമ്മൾ ഇവിടെ 4:33 പറഞ്ഞാൽ 12 മണിയിൽ കുറവല്ലേ? അപ്പം 11:60 നിന്ന് 4:33 കുറയ്ക്കുമ്പോൾ നമുക്ക് 7:27 എന്ന് കിട്ടും. ഓക്കെ, അതായത് 7:27. അപ്പം 7 അവറും 27 നമുക്ക് കിട്ടി തന്നെ. പിന്നെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരുന്നത്? ആദ്യം ഈ റോക്ക് 1 മണിക്കൂറിൽ 1 മിനിറ്റ് വൈകി ഓടും. വൈകി ഓടുമല്ല, 1 മിനിറ്റ് പാർട്ടാവും അല്ലേ? 1 മണിക്കൂറിൽ 1 മിനിറ്റ് പാർട്ട് എന്ന് വെച്ചാൽ അധികം ഓടും. അപ്പം നിലവിൽ 7:27 സമയം. 7 അവറിന് എത്ര മിനിറ്റ് വൈകി ഓടുമെന്ന് കണ്ടുപിടിച്ചാൽ ഇപ്പം ഇത് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാം. 1 മണിക്കൂറിൽ 1 മിനിറ്റ് ആണെങ്കിൽ 7 മണിക്കൂറിൽ 7 മിനിറ്റാണ് അല്ലേ? അങ്ങനെ നോട്ട് ചെയ്താലും മതി, ഇതിന് ഏതെങ്കിലും കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് പറയാം പ്രതിബിംബത്തിലെ യഥാർത്ഥ സമയം 7:27. ഈ റോക്ക് പയ്യല്ല ഓടുന്നത്, എന്താ പാർട്ട അധികമാണ് ഓടുന്നത്. 1 മണിക്കൂറിൽ 1 മിനിറ്റ് അധികം ഓടുന്ന റോക്ക് 7 മണിക്കൂറിൽ 7 മിനിറ്റ് അധികം ഓടും. നിലവിലെ സമയം 7:27. അപ്പം 7 മിനിറ്റല്ലേ അധികം ഓടുന്നത് അല്ലേ? അപ്പം 7:27 നിന്ന് ഈ 7 കുറയ്ക്കുക. നമുക്ക് പറയാൻ കഴിയും ഇപ്പം സമയം 7:20. ഓക്കെ, ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ.